വികസന സ്വപ്നങ്ങളിലേക്ക് സാൻ ഫെർണാണ്ടസ് എന്ന കപ്പൽ കടന്നു വരുമ്പോൾ തിരുത്തപ്പെടുന്നത് ചരിത്രം തന്നെയാണ്. ഇടതുപക്ഷത്തിന് മുകളിൽ രാഷ്ട്രീയ മേലാളന്മാർ കൊത്തിവെച്ച കള്ളങ്ങളുടെ കോട്ടകൾ തകർന്നു തരിപ്പണമായ സന്ദർഭം കൂടിയാണിത്. കണ്ടും കേട്ടും അറിയേണ്ടതുണ്ട് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതിന്റെ ചരിത്രം. സ്വപ്ന പദ്ധതി സഫലമാക്കാനിടയാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടതുപക്ഷത്തിന്റെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ച്. നയനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ആദ്യമായി വിഴിഞ്ഞം തുറമുഖ പദ്ധതി ആലോചനയിൽ വരുന്നത്. ശേഷം 2006 VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് വിഴിഞ്ഞം പദ്ധതിയുടെ രൂപരേഖ അവതരിപ്പിച്ചു. 2006 സെപ്റ്റംബർ 18 അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന M വിജയകുമാർ അനുമതി നേടിയെടുക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. 2009 നവംബർ 13 വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെക്കുറിച്ചുള്ള പഠനത്തിനായി അന്നത്തെ LDF സർക്കാർ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ നിയമിച്ചു. IFCയുടെ പഠന റിപ്പോർട്ട് പ്രകാരം പദ്ധതിക്കായി IFC തന്നെ ലാൻഡ് ലോട്ട് മോഡൽ വിഭാവനം ചെയ്യുകയായിരുന്നു. ഇത് തുടർന്ന് ടെൻഡർ വിളിക്കാനുള്ള നടപടികൾ LDF സർക്കാർ ആരംഭിച്ചു. ഓഗസ്റ്റ് 11 പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തികൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പിന്നീട് അങ്ങോട്ട് എതിർപ്പുകളുടെയും ചെറുത്തുനിൽപ്പുകളുടെയും ഒരു പോരാട്ടം തന്നെയായിരുന്നു വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് നേരിടേണ്ടി വന്നത്. ആദ്യ റൗണ്ടായ ടെൻഡർ നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ ടെൻഡർ ലഭിച്ച കമ്പനിക്ക് ചൈനീസ് ബന്ധമുണ്ടെന്നാരോപിച്ച് അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ പദ്ധതിക്ക് അനുമതി നിഷേധിച്ചു. തുടർന്ന് LDF സർക്കാർ വീണ്ടും ടെൻഡർ നടപടികളുടെ 2ാം റൗണ്ടിലേക്ക് കടന്നു. രണ്ടാമത് ടെൻഡർ ലഭിച്ച ലാൻകോ ഗ്രൂപ്പിനെതിരെ മുംബൈ ആസ്ഥാനമുള്ള കമ്പനിയായ സൂം ഡെവലപ്പേഴ്സ് കോടതിയെ സമീപിക്കുകയും ലാൻകോ ഗ്രൂപ്പ് പദ്ധതിയിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലെത്തുകയും പദ്ധതി ഏറ്റെടുക്കുകയും ചെയ്തുവെങ്കിലും ഒരുതരം മെല്ലെപ്പോക്ക് രീതിയായിരുന്നു അവർ പിന്തുടർന്നിരുന്നത്. 2012 ഒക്ടോബർ 23 ഈ മെല്ലെപ്പോക്ക് നയത്തിനെതിരെ LDF സർക്കാർ കൺവെൻഷൻ ആരംഭിച്ചു. 2013 വിഴിഞ്ഞം തുറമുഖ പദ്ധതി അട്ടിമറിക്കുന്നതിനെതിരെ വിഴിഞ്ഞം മുതൽ സെക്രട്ടേറിയറ്റ് വരെ LDF മനുഷ്യച്ചങ്ങലയും DYFIയുടെ നേതൃത്വത്തിൽ രാജ്ഭവൻ മാർച്ചും സംഘടിപ്പിച്ചു. ജനുവരി 8 വിഴിഞ്ഞം വിഷയത്തിൽ നിയമസഭയിൽ കോടിയേരി ബാലകൃഷ്ണൻ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചത്. തുടർച്ചയായ സമ്മർദ്ദത്തെയും പ്രതിഷേധങ്ങളെയും തുടർന്ന് 2015 ജൂൺ 10 വിഴിഞ്ഞം പദ്ധതി റീടെൻഡർ ചെയ്ത് ഉമ്മൻചാണ്ടി സർക്കാർ അദാനി ഗ്രൂപ്പിന് കരാർ കൈമാറി. 7525 കോടിയുടെ കരാറായിരുന്നു അന്ന് അദാനി ഗ്രൂപ്പുമായി ഉമ്മൻചാണ്ടി സർക്കാർ ഒപ്പുവെച്ചത്. ഈ 7525 കോടിയിൽ 5071 കോടി രൂപ സർക്കാരും ബാക്കി 2454 കോടി രൂപ മാത്രം അദാനിയും കണ്ടെത്തുന്ന ബോട്ട് മോഡലായിരുന്നു അന്ന് സർക്കാർ ഒപ്പുവെച്ചിരുന്നത്. അതായത് കരാർ പ്രകാരം 20 വർഷത്തേക്ക് സംസ്ഥാനത്തിന് ലാഭവിഹിതമില്ല. ഈ 20 വർഷം കഴിഞ്ഞാൽ 1% മാത്രം വിഹിതം സർക്കാരിന് ലഭിക്കും. ഇത് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് തന്നെ വിരുദ്ധമായ ഒരു രീതിയായിരുന്നു. ഇത്തരം വ്യവസ്ഥകളെ LDF ശക്തമായി തന്നെ എതിർത്തു. കരാറിൽ നിന്ന് പിന്മാറിയാൽ അദാനിക്ക് ഒരു ഭീമമായ തുക നഷ്ടപരിഹാരമായി നൽകേണ്ടി വരുമെന്നും തുറമുഖത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കി പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും അന്നത്തെ സർക്കാർ വിശദമാക്കി. വീണ്ടും 2016 അധികാരത്തിലെത്തിയ പിണറായി വിജയൻ സർക്കാർ പദ്ധതിയുമായി ശക്തമായി തന്നെ മുന്നോട്ടു പോയി. എന്നാൽ വീണ്ടും വളരെയധികം എതിർപ്പുകൾ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് നേരിടേണ്ടതായി വന്നു. ഈ പദ്ധതി കൊണ്ട് തീരശോഷണം ഉണ്ടാകുമെന്നും മത്സ്യ ലഭ്യത കുറയുമെന്നും ആരോപിച്ച് ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചു. ഇതോടൊപ്പം തന്നെ സാധാരണക്കാരുടെ പുനരധിവാസവും ഉന്നയിക്കപ്പെട്ടു. തിരുവനന്തപുരം വികാരി ജനറൽ യൂജിൻ പെരേര, തിയോഡീഷ്യസ് ഡിക്രൂസ്,
തോമസ് ജെ നെറ്റോ എന്നിവരായിരുന്നു ഈ സമരത്തിന് നേതൃത്വം നൽകിയിരുന്നത്. 2022 ഓഗസ്റ്റിൽ ആരംഭിച്ച ഈ സമരം 170 ദിവസം നീണ്ടുനിന്നു. ഒടുവിൽ സാധാരണക്കാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഉറപ്പു നൽകിയതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. എന്നാൽ 2023 ഒക്ടോബർ 15 വിഴിഞ്ഞം പദ്ധതിക്കെതിരെ രണ്ടാം വിമോചന സമരം നടത്തുമെന്ന് UDF പ്രഖ്യാപിച്ചു. ധാരാളം പ്രതിസന്ധികൾ ഉണ്ടായിരുന്നെങ്കിലും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന LDF സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിൽ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായി. 2023 ഒക്ടോബർ 15 ആദ്യ ചരക്ക് കപ്പൽ ഷെയ്ൻഹുവായ് 15 സ്വപ്ന തീരമണഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കപ്പലിനെ ഫ്ലാഗിൻ ചെയ്ത് വരവേറ്റത്. 3 ക്രെയിനുകളുമായിരുന്നു ചൈനയിൽ നിന്നുള്ള ചരക്ക് കപ്പൽ വിഴിഞ്ഞം തീരത്തെത്തിയത്. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ വികസന അധ്യായത്തിലെ ഒരു പുതിയ ഏട് ആരംഭിക്കുകയാണ്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അധ്യായം തുറക്കപ്പെടുന്ന നിമിഷമാണ് എന്നത് നാം സന്തോഷപൂർവ്വം തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ 2024 ജൂലൈ 11 ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെഴ്സിക്കിന്റെ മദർഷിപ്പായ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു. ചരിത്ര നിമിഷമെന്ന് തന്നെ പറയാം. കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ തന്നെ ഉജ്ജ്വലമായ അധ്യായം. കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ നിശ്ചയദാർഢ്യം ഒന്ന് മാത്രമാണ് വിഴിഞ്ഞം പദ്ധതിയെ ഇത്രത്തോളം വിജയകരമാക്കിയത്. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നപ്പോഴും പരിഹാരത്തിനായി ഈ സർക്കാർ അക്ഷീണം പ്രവർത്തിച്ചു. ഒരിക്കലും യാഥാർത്ഥ്യമാകില്ലെന്ന് പലരും പ്രവചിച്ചിരുന്ന ഒരു പദ്ധതി കൂടിയായിരുന്നു വിഴിഞ്ഞം തുറമുഖം. നീണ്ട കാലത്തെ പോരാട്ടം വേണ്ടി വന്നു ഈ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ. കേരളത്തിലെ ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കാൻ പ്രാപ്തമാക്കിയ ഒരു പദ്ധതി കൂടിയാണിത്. കേരളം വികസന ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ ഈ പദ്ധതി സ്വർണ്ണ ലിപികൾ കൊണ്ട് എഴുതപ്പെട്ടു കഴിഞ്ഞു.